ബിക്കോസ് ഓഫ് വാർ നമ്മൾ പൊന്മുടിയിലാണ്. ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പൊന്മുടിയിലേക്കാണ്. ആ ദൂരെ കാണുന്ന മലയാണ് പൊന്മുടി, അങ്ങോട്ടേക്കാണ് പോകുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് കുറേ റോഡ് പണി, പാലം പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള റോഡ് ട്രിപ്പായിരുന്നു വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഓരോ ചുരമായിട്ട് കയറി തുടങ്ങിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 22 ഹെയർ പിൻസ് ആണ് പൊന്മുടിയിൽ എത്താൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു 4 മണിയാണ് നമ്മുടെ ടൈം. അത് കഴിഞ്ഞാൽ അങ്ങോട്ട് കടത്തി വിടില്ലാന്ന് തോന്നുന്നു. ഇവിടെ കുറേ അഡ്വഞ്ചർ സ്പോർട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ യാത്രയുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇന്നലെയായിരുന്നു. ഇന്നലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ February 28. ഞാൻ March 1 ഈ പൊന്മുടി ആക്ച്വലി പോയത്. പിന്നെ ഇത് ഇടാൻ ലൈറ്റായി, അത്രയേ ഉള്ളൂ. അപ്പോൾ 28 ഞങ്ങൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തുന്നത് വരെയും അതുവരെയും ഫ്ലൈറ്റ് ക്യാൻസലാണെന്നോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഓൺലൈൻ സൈറ്റിലൊന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ എത്തിയപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസലായി. പിന്നെ പോക്ക് നടക്കത്തില്ല, യുദ്ധവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. ഇപ്പോൾ ഓൾറെഡി എത്ര ദിവസമായി എന്ന് തന്നെ അറിയാൻ വയ്യ, ഒരു ഫ്ലൈറ്റുകളും പോകുന്നില്ല. അത് നിങ്ങൾ ശരിക്കും സ്റ്റക്കായി. പിന്നെ ഒരു കണക്കിന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി വേറെ എവിടെയെങ്കിലും പെട്ടുപോകുന്നതിനെക്കാട്ടി ഇപ്പം വീട്ടിലുണ്ട്, അത് മാത്രമാണ് ഒരിത്. അങ്ങനെ നമ്മൾ പൊന്മുടി ടോപ്പിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തേയില കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെ ടോപ്പിലോട്ട് പോകുന്തോറും നമുക്കിങ്ങനെ കാപ്പിയുടെയൊക്കെ പൂവ്, അതിൻ്റെ മണവും അതുപോലെ ഗ്രാമ്പൂവിൻ്റെ മണവും പിന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു ആംബിയൻസാണ്. കുറച്ച് മനസ്സിന് ഒരു സ്ട്രെസ് റിലീവിങ് എന്ന പോലെയും, പിന്നെ മൊത്തത്തിൽ ചൂടാണല്ലോ, അതിനൊക്കെ കുറച്ച് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് പൊന്മുടി എന്ന് തോന്നുന്നു. അഖിലിൻ്റെ വീട്ടിൽ നിന്ന് ഒരു 1.5-2 മണിക്കൂർ അടുപ്പിച്ചാണ് ഇങ്ങോട്ടത്തേക്ക് ദൂരമുള്ളത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പോവാം. പോയ വഴിക്ക് ഫുൾ അങ്ങോട്ടേക്കുള്ള ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങളിത് പൊന്മുടീൻ്റെ ടോപ്പ് എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ഹെയർ പിൻ നമ്മൾ കയറി കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. സത്യത്തിൽ ഇങ്ങനൊരു യാത്ര പോകാനുള്ളൊരു മൂഡ് നമുക്ക് രണ്ടുപേർക്കും ഇല്ല. പിന്നെ കുറച്ചൊന്നൊരു മെൻ്റൽ റിലീഫിന് വേണ്ടിയിട്ടാണ് പോയതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അവിടെ എത്തിയപ്പോഴത്തേക്കും ഫുള്ള് കണ്ടില്ലേ, എല്ലാം ഇങ്ങനെ ട്രക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ യാത്രക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് പൊന്മുടിയുടെ ഹിൽ ടോപ്പിലോട്ട് വരുന്നത്. അത്ര അടുത്താണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ അവിടെ എത്തി. ഇപ്പം നമ്മൾ എവിടെ നിൽക്കേണ്ടതാണ്? വീട്ടിൽ നിൽക്കേണ്ടതാണ്. പക്ഷെ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? പൊന്മുടി ബിക്കോസ് ഓഫ് അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നടന്നു. ശരിക്കും ആൾക്കാരൊക്കെ നല്ല ഈവനിങ് നല്ലപോലെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വ്യൂ പോയിൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാനായിട്ട് തോന്നിയില്ല. കാരണം നമ്മുടെ മനസ്സിപ്പോൾ ശരിക്കും പോകാൻ പറ്റാത്തതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഇത് കണ്ടിട്ട് ശരിക്കും എനിക്ക് ഡോർസെറ്റാണ് ഓർമ്മ വന്നത്. അവിടെ നമ്മൾ നടന്നു പോണ വഴിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.